ആരാധനാലയ നിയമത്തിന്റെ സാധുത പരിശോധിക്കാൻ സുപ്രീം കോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, കെ.വി. വിശ്വനാഥൻ എന്നിവരടങ്ങുന്നതാണ് ബെഞ്ച്. ആരാധനാലയ നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികൾ ബെഞ്ച് പരിഗണിക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഹർജികളും അതിന്മേൽ കോടതി എടുക്കാൻ പോകുന്ന നിലപാടും. എത്ര ഹർജികളുണ്ട്? ആരൊക്കെയാണ് ഹർജികൾ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, 1991 പാസാക്കിയ ആരാധനാലയ നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു കൂട്ടം ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. അതിനായാണ് പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഘട്ടത്തിൽ ആരാധനാലയങ്ങൾ ഏത് സ്വഭാവമുള്ളതായിരുന്നു, ഏത് മതത്തിന്റെ കൈവശമായിരുന്നു, അത് ആ തൽസ്ഥിതി തുടരുന്നത് ഉറപ്പുവരുത്തുന്നതാണ് ഈ 1991 ആരാധനാലയ നിയമം എന്നുള്ളത്. എന്നാൽ ഇത്തരത്തിൽ ഈ നിയമം വഴി ഹിന്ദു വിഭാഗം, ജൈന, സിഖ് വിഭാഗങ്ങൾക്ക് തങ്ങളുടെ ആരാധനാലയങ്ങൾ, നഷ്ടപ്പെട്ട ആരാധനാലയങ്ങൾ തിരിച്ചു പിടിക്കുന്നതിന് തടസ്സമാകുന്നു എന്ന് കാണിച്ചുകൊണ്ട് BJP നേതാവ് അടക്കമുള്ള അഭിഭാഷകനുമായ അശ്വിനി ഉപാധ്യായ അടക്കമുള്ള ഒരു കൂട്ടം പേർ സമർപ്പിച്ച ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. ഒപ്പം തന്നെ ഈ നിയമത്തെ പിന്തുണച്ചുകൊണ്ട് ഗ്യാൻവാബി മസ്ജിദ് കമ്മിറ്റി അടക്കം സമർപ്പിച്ച ഹർജികളും സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഈ രണ്ട് ഹർജികളും ഇതിന്റെ സാധുത, ഈ നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്തുകൊണ്ടും ഒപ്പം തന്നെ അതിനെ പിന്തുണച്ചുകൊണ്ടുമുള്ളത് പരിഗണിക്കുന്നതിനായാണ് ഈ പ്രത്യേക ബെഞ്ച്. ചീഫ് ജസ്റ്റിസ് നേതൃത്വത്തിലുള്ള ഈ ബെഞ്ചിൽ ജസ്റ്റിസ് അശ്വിനി കുമാർ, ജസ്റ്റിസ് കെ.വി. വിശ്വനാഥൻ എന്നിവരാണ് മറ്റ് അംഗങ്ങൾ. ഈ വരുന്ന ഡിസംബർ 12 ഉച്ചകഴിഞ്ഞ് 3:30 ഈ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുക. വിജയകുമാർ. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ടതാണ് സുപ്രീം കോടതിയുടെ നീക്കം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് കുറെ കൂടി പ്രസക്തിയുണ്ട്. അപ്പോൾ പ്രത്യേക ബെഞ്ച് തുടർച്ചയായി ഈ ഹർജികളിൽ അടുത്ത ദിവസം മുതൽ വാദം കേട്ടു തുടങ്ങും.